മാറി മറിയുന്ന ജനവിധിയുടെ ചരിത്രമുള്ള ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ LDFന് 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. MP എന്ന നിലയിൽ കെ സുധാകരന്റെ മോശം പ്രകടനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പുകളിൽ LDFനെയും UDFനെയും മാറി മാറി തുണച്ച മണ്ഡലമാണ് കണ്ണൂർ. സംഘടനാബലത്തിലും ജനകീയ അടിത്തറയിലും CPIMനാണ് മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കൈ. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലപരിധിയിൽ LDFന്റെ സമഗ്രാധിപത്യമാണ് കണ്ടത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്ത് LDFും 2ഇടത്ത് UDFും ജയിച്ചു. വോട്ട് കണക്കിൽ LDFന് 1,20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത് നൽകുന്ന ആത്മവിശ്വാസത്തിനൊപ്പം കെ സുധാകരന്റെ MP എന്ന നിലയിലുള്ള മോശം പ്രകടനവും ജനങ്ങൾ വിലയിരുത്തുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. ഇക്കഴിഞ്ഞ 5 വർഷക്കാലത്തെ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ പോയ MPയുടെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്ത ഏതൊരാളും അദ്ദേഹത്തിന് 0 മാർക്ക് മാത്രമേ നൽകാനാവൂ. കേരളത്തിലെ 20 ലോകസഭാ അംഗങ്ങളിൽ ഏറ്റവും കുറഞ്ഞ പെർഫോമൻസാണ് കണ്ണൂർ MPയുടേത് എന്നത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. റെയിൽ യാത്രാ പ്രശ്നം, റെയിൽവേ ഭൂമി കൈമാറ്റം, കണ്ണൂർ വിമാനത്താവളത്തോടുള്ള അവഗണന തുടങ്ങിയ മണ്ഡലത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കെ സുധാകരന്റെ കാര്യക്ഷമമായ ഇടപെടലുണ്ടായില്ല. വികസന നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടാനില്ല. വീണ്ടും മത്സരിക്കാനില്ലെന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, M ലിജു തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത്. ഒരു അധിക സീറ്റിന് ആവശ്യം ഉന്നയിച്ച മുസ്ലിം ലീഗ് കണ്ണൂരിന് വേണ്ടി പിടിമുറുക്കിയേക്കും. പ്രതികൂല സാഹചര്യങ്ങളില്ലെന്നും മണ്ഡലം നിലനിർത്തുമെന്നുമാണ് UDFന്റെ പ്രതീക്ഷ. കെ സുധാകരൻ പറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് പറയുന്നതാണ്. കാരണം ഇനിയും ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അത്രമാത്രം KPCC പ്രസിഡന്റ് കൂടെ ആയപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് തിരക്കുകൾ കൊണ്ട് കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നുവെങ്കിലും അത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പാർലമെന്റ് അംഗം എന്ന രീതിയിൽ മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പരസ്യമായി പറഞ്ഞ MPയാണ് കെ സുധാകരൻ. വികസന നേട്ടങ്ങളോ MP എന്ന രീതിയിലുള്ള പ്രകടനമോ അവതരിപ്പിക്കാനില്ലാതെ എന്തു പറഞ്ഞ് UDF വോട്ടർമാരെ കാണുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.